ഹായ് ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ കഥയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന പറഞ്ഞില്ലെങ്കിലും ആൻമേരിയയ്ക്ക് മനസ്സിലാകുന്നുണ്ട് കുട്ടിയുടെ അച്ഛൻ അബിയാണെന്ന്. പിന്നെ നയന ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞത് അബിയായിരുന്നോ എന്ന്. അപ്പോൾ അല്ല, അബിയല്ല, വേറൊരു നമ്പറിൽ നിന്നാണ് കോൾ വന്നത് എന്ന് പറയുന്നുണ്ട് ആൻമേരിയ. ആ നമ്പർ നയനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. നമ്പർ വാങ്ങി നയന ആദർശിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കിരണും കൂടെ തന്നെയുണ്ട്. കിരൺ പറയുന്നുണ്ട്, ഈ നമ്പർ ഷിൻഡോ എന്ന് പേരുള്ള ഒരാളുടേതാണ്. അവന് ഒരു ഓൺലൈൻ ചാനലുണ്ട്. അവൻ ഇതുപോലെയുള്ള മഞ്ഞ പത്രം അടിച്ചു വിടുന്നവനാണ്. എന്നിട്ട് കിരൺ ആദർശിനോട് പറയുന്നുണ്ട്, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ഓരോ വാർത്തയൊക്കെ പ്രചരിച്ചാൽ അത് നിങ്ങളുടെ ബിസിനസ്സിനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അബീനെ ഇങ്ങനെ കയറൂരി വിടുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട് കിരൺ. ഏതായാലും ഈ വിവരം അവർ നന്ദുവിനെ അറിയിക്കുന്നുണ്ട്. നമ്പറും കൊടുക്കുന്നുണ്ട്. നന്ദു എന്നിട്ട് ആ ഷിൻഡോയിനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് സ്റ്റേഷനിലേക്ക് അപ്പോഴേക്കും ആദർശും നയനയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നന്ദു എന്നിട്ട് ആദർശിനോട് നയനേച്ചിയോട് ഇരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അബിയാണ്. ഞാൻ ഷിൻഡോയിനെ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ സത്യങ്ങളൊക്കെയും അവൻ പറഞ്ഞു. ഇനി നയനേച്ചിയും ആദർശേട്ടനും പറയണം അബിയെ എന്താ ചെയ്യേണ്ടത് എന്ന്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്തു കൊള്ളാമെന്ന് നന്ദ് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, മോളൊന്നും ചെയ്യേണ്ട, ഇനി അവൻ ഈ രീതിയിലൊന്നും ചെയ്യാതിരിക്കാനുള്ള വഴി ഞങ്ങൾ കണ്ടെത്തിക്കൊള്ളാമെന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവർ അനന്തപുരിയിൽ എത്തിയപ്പോൾ ആ സമയം തന്നെ അബി പുറത്തേക്ക് പോകാനായി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ എന്ന്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഞാൻ കമ്പനിയിലേക്കാണ് എന്ന് പറയുമ്പോൾ, തൽക്കാലം നീ അങ്ങോട്ടേക്ക് പോകണ്ട, ഇപ്പോൾ നീ ഞങ്ങളുടെ കൂടെ ഒരിടം വരെ വരണമെന്ന് പറയുന്നുണ്ട് ആദർശ്. അത് കേട്ട് അബി പോകാനൊക്കെ ഒരു മടിയുണ്ട്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, എനിക്ക് ജ്വല്ലറിയിലേക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു ദിവസം നീ അങ്ങോട്ടേക്ക് പോയില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഏതായാലും നീ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. അത് നിനക്ക് ഗുണമുള്ള കാര്യമായിരിക്കും. അന്നേരം അബി പറയുന്നുണ്ട്, അതിനെന്തിനാ പുറത്തേക്ക് പോകുന്നത്, ഇവിടെ വെച്ചങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് ഇവിടുന്ന് പറഞ്ഞാൽ ശരിയാകില്ല, ഏതായാലും നീ കൂടെ വാ എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട്, ആദർശേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും ഇവിടെ ആർക്കും അതൊരു പ്രശ്നവുമല്ല. എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല തന്നിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്യാം, ഞാൻ അവിടെ ഒരു റബ്ബർ സ്റ്റാമ്പാണല്ലോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇന്ന് നീ എൻ്റെ കൂടെ വാ, അത് കഴിഞ്ഞാൽ നിൻ്റെ അഭിപ്രായമൊക്കെ മാറും അല്ലേ നയനെ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ എന്ന് പറയുന്നുണ്ട് നയന. മടിച്ചാണെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി കാറിൽ കയറുന്നുണ്ട് അബി. ഇതെല്ലാം ടെറസിൻ്റെ മുകളിൽ നിന്ന് ആര് കാണുന്നുണ്ട്, നമ്മുടെ നവ്യ കാണുന്നുണ്ട്. വണ്ടിയിൽ കയറിയെങ്കിലും അബിക്ക് ഒരേ ടെൻഷൻ തന്നെയാണ്. അബിക്ക് എന്തോ ഒരു പന്തി കേട് തോന്നുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, മിണ്ടാതിരിയടാ അവിടെ, അതങ്ങ് എത്തുമ്പോൾ അറിയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, അതിന് ഏട്ടത്തി എന്തിനാ എന്നോടിങ്ങനെ ചൂടാകുന്നത്. എന്നിട്ട് ആദർശ് അബിയോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു കുഞ്ഞുള്ള കാര്യമൊക്കെ നീ ഓൺലൈൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അബിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കെന്താ അതിൻ്റെ ആവശ്യം. ഏതായാലും കുറച്ച് കൂടുതൽ ടെൻഷൻ ആകാൻ തുടങ്ങി നമ്മുടെ അബി. അങ്ങനെ അബി നേരെ വന്നിറങ്ങുന്നത് അനഘയുടെ വീടിൻ്റെ മുൻപിലാണ്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അത് ശരിയാ, നിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലല്ലോ ഇവിടെ കിടക്കുന്നത്, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ എന്നിങ്ങനെ ഒരു തമാശ രൂപത്തിൽ പറയുന്നുണ്ട്. ഏതായാലും നീ വാ എന്ന് പറഞ്ഞ് അനഘയെ കാണാൻ പോകുന്നുണ്ട് 3 പേരും. എന്നിട്ട് നയന അനഘയോട് പറയുന്നുണ്ട്, നീ വിഷമിക്കുകയൊന്നും വേണ്ട അനഘയെ, നിൻ്റെ മോൾക്ക് ഒരു കുറവും വെക്കാതെ ഞങ്ങൾ അവളെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അവളുടെ കാര്യം ഓർത്ത് ഒരു തരത്തിലുള്ള സങ്കടവും നിനക്ക് വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അവർ 3 പേരും തിരിച്ച് കാറിൽ കയറി പോകുന്നുണ്ട്. പിന്നെയും അബി ചോദിക്കുന്നുണ്ട്, എന്നെ എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, കടൽ തീരത്തേക്ക്. അതെന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് അബി ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ആ കടൽ വെള്ളത്തിൽ നിന്നെ മുക്കിക്കൊല്ലണം, ഇനി അതേ ശരിയാകൂ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇവനെ ആ കടൽ വെള്ളത്തിൽ മുക്കി കൊന്ന് അവിടെ ഇട്ടാൽ കടലിലുള്ള മത്സ്യങ്ങൾ പോലും ഇവനെ കഴിക്കുകയില്ല. അത്രയ്ക്ക് വിഷമുറ്റിയ ഇനമാണ് ഇവൻ. അത് മത്സ്യങ്ങൾക്ക് മനസ്സിലാകും. അതിനിടയ്ക്ക് അബി ചായ കുടിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും ആദർശ് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഒന്നും കുടിക്കണ്ട, നിനക്ക് പച്ചവെള്ളം പോലും തരില്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെ പറയല്ലേ ആദർശേട്ടാ, നമ്മൾ കടപ്പുറത്തല്ലേ പോകുന്നത്, കടലിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലോ, അവൻ ഇഷ്ടം പോലെ കുടിക്കാമല്ലോ. ഇതൊക്കെ കേട്ട് ടെൻഷനായി തലയും കൈവച്ച് നിൽക്കുന്ന അബിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.